കണ്ടുമുട്ടിയപ്പോൾ മൃതദേഹം മാത്രമായിരുന്നു. പേരുമില്ല, കുടുംബവുമില്ല, ആരും തിരഞ്ഞുമില്ല. ഒരു ബാലൻ ഒരു ബോക്സിന്റെ ഉള്ളിൽ മരിച്ച നിലയിൽ. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. 1957 അമേരിക്കയിലെ ഫിലഡൽഫിയയിലാണ് ഈ സ്പൈൻ ചില്ലിംഗ് സംഭവം. ഒരു ഹണ്ടിംഗ് പ്രദേശത്ത് കാടിലൂടെ നടക്കുമ്പോൾ ഒരാൾ ഒരു വലിയ പെട്ടി കാണുന്നു. അതിൽ ആളുകൾ കണ്ടത് ഒരു കുട്ടിയുടെ മൃതദേഹം. അവൻ ഏകദേശം 4 മുതൽ 6 വയസ്സുള്ളതായി തോന്നിയിരുന്നു. തലയ്ക്കടി, കൈപാദങ്ങളിൽ പൊട്ടലുകൾ, ശരീരം മുഴുവൻ അടികൾ. അവൻ മരിച്ചത് ആർക്കും അറിയാവുന്ന വിധത്തിൽ അല്ല. പോലീസും നാട്ടുകാരും എല്ലാം കൂട്ടിയിരിക്കുകയും പത്രങ്ങളിലൂടെയും പോസ്റ്ററുകളിലൂടെയും പേരറിയാനായി പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആ കുട്ടിയെ ആരും തിരഞ്ഞില്ല. ഒരു റിപ്പോർട്ട് പോലും ഇല്ല ആ ചെറിയ ആൾക്കുട്ടിയെക്കുറിച്ച്. അവനെ അടക്കം ചെയ്യുമ്പോഴും ശവപ്പെടിയിൽ എഴുതിയിരുന്നത് അമേരിക്കയുടെ അജ്ഞാത കുട്ടി എന്നാണ്. മരണത്തിന് പിന്നിൽ പല തിയറികളുണ്ടായിരുന്നു. ഒളിച്ചുവച്ച അട്ടിമറിക്കുട്ടിയാണോ? മനോരോഗികൾ ഉൾപ്പെട്ട ക്രൂരപീഡനം? ആരോ സ്വന്തം കുട്ടിയെ കൊല്ലുകയും തെളിവ് മറയ്ക്കാനായി കളയുകയും ചെയ്തോ? ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലും വൈറൽ ആയി. അവളുടെ അമ്മ ആ കുഞ്ഞിനെ എറോണയ്ക്ക് മുൻപ് സ്വതന്ത്രമാക്കിയെന്നും ബോക്സിൽ കയറ്റിയെന്നും അവൾ പറഞ്ഞു. പക്ഷേ തെളിവുകൾ പര്യാപ്തമല്ല. 2022 പതിറ്റാണ്ടുകൾക്ക് ശേഷം DNA ടെസ്റ്റിലൂടെ കുട്ടിയുടെ തിരിച്ചറിയൽ നടന്നു. അവന്റെ പേര് ജോസഫ്. പക്ഷേ അവൻ മരിച്ചത് എങ്ങനെ? ആ ക്രൂരത പിന്നിൽ ആർക്കാണ്? ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ചുറ്റുപാടുകളിലെ ഇനിയൊരു ജോസഫിനെ നമ്മൾ കാണാതിരിക്കാൻ ഈ കഥകൾ ഓർക്കേണ്ടതാണ്. ഒരാൾ മരിച്ചുപോകുമ്പോൾ കഥ അവസാനിക്കുന്നില്ല. ചില കഥകൾ അപ്പോഴാണ് തുടങ്ങുന്നത്. ഈ കഥ നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിയ കാര്യം താഴെ കമന്റ് ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള അജ്ഞാതവും ഭയപ്പെടുത്തുന്ന കഥകൾക്കായി മിസ്റ്റിക് ഷാഡോ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അധികാരികൾ അവസാനിച്ചപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും.